അസ്സലാമു വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പോൾ നമ്മുടെ മലപ്പുറത്ത് നടന്നത് സൂര്യയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടുത്തെ KBQ. അപ്പോൾ ആ ബിരിയാണി കോൺടെസ്റ്റ് ഒന്ന് കാണാൻ എന്തായാലും ഒന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് നമ്മൾ എൻ്റെ അടുത്തൊരു ഫ്രണ്ടിന് ഷൈലാക്ക് അതിൻ്റെ സെലക്ഷൻ കിട്ടിയത്. രാവിലെ 7 മണിക്കാണ് അവൾക്ക് അതിൻ്റെ സെലക്ഷൻ കിട്ടിയെന്നുള്ള വിവരം കിട്ടിയത്. അപ്പോൾ അവർ വന്നപ്പം അവളെ കൂടെ കുറച്ച് പാത്രങ്ങളൊക്കെ കൊടുന്നു കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ നിങ്ങളെ ഇട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു അടിപൊളി പരിപാടി തന്നെയാണല്ലോ ഈ KBQ എന്നുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോൺടെസ്റ്റ്. അപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് വെച്ചിട്ട് അത് കാണാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോൾ അത് പോയപ്പോൾ അതിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ പങ്കുവയ്ക്കാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ സമയം അതിനകത്ത് പ്രായമായിട്ട് വെള്ളം തന്നു. ഇനി കുക്കിങ്ങിനുള്ള 2 മണിക്കൂറാണ്. റൈസ് അത് നമ്മൾ ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൻ്റെ വകയായിട്ട് തരുന്നുണ്ട്. പ്ലസ് ചിക്കൻ എല്ലാവർക്കും അതും നമ്മൾ വാങ്ങി തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ചുള്ള ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പറ്റി. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉദ്ഘാടനം ഇനി എല്ലാവർക്കും ബിരിയാണി വെക്കാൻ തുടങ്ങാം. പിന്നെ ഇതിൻ്റെ ഒരു 9:30 സമയത്തെ തൊട്ട് തന്നെ നമ്മുടെ ഉള്ളിയും ചതക്കലുമൊക്കെ ആദ്യം തന്നെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ആദ്യം തന്നെ ആ ഒരു ചതക്കൽ, അരിയൽ, തക്കാളി, വെള്ളുള്ളിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് 10 മണിക്കാണ്, 10:15 നമ്മുടെ കോമ്പറ്റീഷൻ തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് എല്ലാതും വെജീസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു. പിന്നീട് അവരുടെ ഒരു ബിരിയാണി വെക്കൽ മത്സരങ്ങൾ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഒന്നിനൊന്നും വെച്ചെന്ന് തന്നെ പറയാം. അടിപൊളി ബിരിയാണിയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. ചില ആൾക്കാരുടെ വേവ് അറിയതുണ്ട്. പക്ഷേ അങ്ങനെ അടിപൊളി ബിരിയാണി ആരതാണ് എന്ന് കണ്ടെത്താനുള്ള ഈ മത്സരം ഉണ്ടല്ലോ, കേരള ബിരിയാണിക്കും മത്സരം, അത് അടിപൊളി തകർത്തിയോടെ നടക്കായി. അങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡല്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ദമ്മട്ട് ചെയ്യാനായപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ച് ഞാൻ ഉള്ളിലൊക്കെ കയറി. അപ്പോൾ ഇത്രയും സമയം അവർ നന്നായിട്ട് അടിപൊളിയായിട്ട് ഓരോരുത്തരും ബിരിയാണി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയ +2കാരി വരെ ഉണ്ടായിരുന്നു. അതാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ്. അതേപോലെ ഇതിൽ ഫസ്റ്റ് അടിച്ചത് നദീറ എന്ന് പറയുന്ന ആൾക്കാണ് കേട്ടോ. സെക്കൻഡ് പ്രൈസ് കിട്ടിയത് സാറ സാദിഖ്. തേർഡ് പിന്നെ 2 പേർക്കാണ്. ഈ വയലറ്റ് സാരി എടുത്തിട്ടുള്ള ഈ താത്താക്കും പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെയുണ്ട് ഒരു ആൾക്കാണ് കിട്ടിയിട്ടുള്ളത്. സാഹിറ അങ്ങനെ എന്തോ പറയുന്ന പേരില്ല. അപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റി. ഓരോരുത്തരുടെ ഓരോ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഓരോ ബിരിയാണികൾ കഴിക്കാൻ പറ്റി. അതിലുപരി വെറൈറ്റി രീതിയിലുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന ബിരിയാണിയൊക്കെ കണ്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ശൈല. അപ്പോൾ അവളെ അടുത്ത് ഇടയ്ക്കൊക്കെ പോയി ഒന്ന് നോക്കും. സെറ്റല്ല വെള്ളം പിടിച്ചു അല്ല വെള്ളം തുടങ്ങി. ഞാൻ പിന്നെ ഈ യെല്ലോ ചുരിദാറാണ് കേട്ടോ നമ്മുടെ നദീറത്ത. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ബിരിയാണി വെക്കുന്നുണ്ട്. ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പൊടി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഗ്രീൻ കളർ ഷാളിട്ട് എത്തണ്ടല്ലോ, ഇത്താൻ്റെ ബിരിയാണി ഒരു വെറൈറ്റിയാണ്. മണ്ണിച്ചട്ടിയിലായിരുന്നു. അതും തേങ്ങാപ്പാൽ ഉണ്ടാക്കിയ ചോറ്, ഡാൽഡയോ ഒന്നും ചേർക്കാത്ത. പിന്നെ തെസ്നിത്ത വന്നതുകൊണ്ട് തന്നെ അവർ ഫോട്ടോ സെൽഫിയൊക്കെ എടുത്തു.
അപ്പോൾ ഇതാണ് ജിനിത എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മൻ്റെ ബിരിയാണി കേട്ടോ, കടായ ബിരിയാണി. നിങ്ങളെ ചോറായ പൊന്തിച്ചു ചോറായ ഒന്ന് പൊന്തിച്ചു, ഒന്ന് മൂടി മാറ്റി. റെഡി അല്ലേ? സാധാരണ ഒരു കുടുംബപാട്ടാണ്. പിള്ളേര് വിട്ടിയോ? എവിടെ സ്ഥലം? തിരൂര്. മസാല ആയോ? മസാല റെഡി ആയോ? ഇത് ദമ്മ ഇതാ നീ സലാഡ് ഉണ്ടാക്ക? എവിടെ സ്ഥലം? മമ്പാട്. ഓളത്തെ പേര്. ഏയ് നിങ്ങൾ രണ്ടാളും അങ്ങോട്ട് വിശായം പറയാ. ഹലോ, ഒന്ന് നോക്കി തരുമോ? എൻ്റെ ബിരിയാണി ചെമ്പ് ഏതാ? എന്ത് ബിരിയാണിയാ? ഫ്രൈ ചെയ്ത ബിരിയാണി. ഏത് സ്ഥലം? നിലമ്പൂര്. എവിടെ എത്താ പുള്ളിയുടെ? മമ്പാട്. എന്ത് ബിരിയാണിയാ? ചിക്കൻ ദം ബിരിയാണി. സാധാ നോർമൽ ബിരിയാണി, മലബാർ ബിരിയാണി. ഇതെന്താ ചട്ടി ബിരിയാണിയോ? തേങ്ങാപ്പാലില് ചോറുണ്ടാക്കിട്ടാ? ചിക്കനോ? ഫ്രൈഡാ? പിന്നെ നെയ്യോ? നെയ്യ് 6 kg. കൂടുതൽ വെളിച്ചെണ്ണയാണേ? ആ, തേങ്ങാപ്പാല്. നിങ്ങളെ ഇനി ഇങ്ങനെ ദമ്മിടണ്ടേ? മസാല ദീ തന്നെയാണ് ഉണ്ടാക്കിയത്? ഈ മണ്ണും ചട്ടിയിലാണ് ഉണ്ടാക്കിയത്? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ആയോ? മസാല ആയോ? ദമ്മായോ? നിങ്ങളെ സ്ഥലം എവിടെ? കോട്ടക്കലോ? എന്തായി എൻ്റെ പരിപാടി? മസാല ആയിട്ടില്ലേ? ദമ്മിടാ? സുർത്ത ഓറഞ്ച് അതിൽ കൊടുത്തുകൂടോ? ചോറിലും കൊടുത്തുകൂടോ ഓറഞ്ച്? ഇല്ല. ആ സ്ഥലം കോട്ടക്കല. പറയൂ. അടിപൊളിയായോ? അന്നെ എന്നത്തെ ബിരിയാണി അല്ലേ? വീഡിയോ എടുക്കുന്നവരൊക്കെ പുറത്തേക്ക് 12 മണി വരെയാണ് നമ്മുടെ കോമ്പറ്റീഷൻ. പ്ലീസ്.
എല്ലാം വന്നപ്പോഴേക്കും എങ്ങനെയുണ്ട് ബിരിയാണി കോമ്പറ്റീഷൻ എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണോ? ഒടുവിൽ ടേസ്റ്റ് നോക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടോ. ജഡ്ജ്മെൻ്റൊക്കെ ഇപ്പോൾ ഷെഹലാൻ്റെ ബിരിയാണിയാണ് നോക്കുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫൈനലായിട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഉള്ള ആ ഒരു സമയത്താണ് രണ്ടാമത് പങ്കെടുത്ത ആളെന്താ തോന്നുന്നത്? സ്വാഗതം ചെയ്യാണ്. ആദ്യം നമ്മുടെ മൂന്നാം സ്ഥാനക്കാരെയാണ് അനൗൺസ് ചെയ്യുന്നത്. മൂന്നാം സ്ഥാനക്കാർക്ക് ലഭിക്കുന്നത് 10,000 രൂപ സമ്മാനം. ഇത്തവണ നേരത്തെ നമ്മുടെ ജഡ്ജസ് പറഞ്ഞ പോലെ 2 പേരാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നത്. എല്ലായിടത്തും ഓരോരുത്തരാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരുന്നത്. പക്ഷെ ടൈറ്റ് ആയിട്ട് 2 പേര് മൂന്നാം സ്ഥാനത്തേക്ക് വന്നു. ആ പേരും ചെസ് നമ്പറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് വേണ്ടി അനൗൺസ് ചെയ്യുന്നതാണ്. നസീമ കെ കെ ചെസ് നമ്പർ 14. രണ്ടാമത്തെ ആള് സുലൈഖ കെ ചെസ് നമ്പർ 18. ഈ 2 പേരും വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. അവർക്കുള്ള സമ്മാനം 10,000 രൂപ. ബാക്കിയെല്ലാവരും സമ്മാനവും ഒപ്പം നമ്മുടെ ടീം പ്ലീസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കണ്ടസ്റ്റൻസും നമ്മുടെ ഗസ്റ്റും ഒപ്പം തന്നെ നമ്മുടെ ഷെഫ്മാരും കൂടി ചേർത്തുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അതുകൊണ്ട് ആരും പെട്ടെന്ന് പോകരുത്. ഇത് ആദ്യത്തെ ആണ്. ചെസ് നമ്പർ 14 നസീമ കെ കെ.
ഓക്കെ, അടുത്ത ഇനി സുലേഖ ഇപ്പൊ കിട്ടി. ഇനി Code number 29, Sarah. ലേറ്റസ്റ്റ് ആവുന്നത് കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് പുള്ളിക്കാരത്തി എത്തിയിട്ടില്ലെങ്കിലും അടിപൊളിയൊക്കെ ഇല്ലേ. അപ്പൊ നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന 28 പേരടങ്ങുന്ന ഗ്രാൻഡ് ഫിനാലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.